ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഫാർ ക്രൈ പ്രൈം. ഇപ്പോൾ ഫാർ ക്രൈ പ്രൈം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മളെ വില്ലേജസിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ 2-3 പേരെ കൂടെ നമുക്ക് കൊണ്ടുപോകണം. കാരണം ഈ നമ്മളെ ആൾക്കാരൊക്കെ ഈ ഇത് ചെയ്യിപ്പിക്കാനൊക്കെ ട്രെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരാളെ തേടി പോവുകയാണ്. അപ്പോൾ അവൻ്റെ സ്ഥലം എത്തി ഏറെക്കുറെ ഓക്കെ. കാരണം ബാക്കിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഇന്ന് വെച്ചൊരു ഷോർട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ ഒരു 10-14 മിനിറ്റൊക്കെ വെറുതെ നമ്മളിങ്ങനെ നടക്കണതൊക്കെ കാണിക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിത് പോകുന്ന വഴിക്ക് ഉള്ള വീഡിയോസ് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മാപ്പ് വഴി ഇങ്ങനെ വെറുതെ നടന്ന് ഓടി ചാടിയൊക്കെ പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ വല്ല മിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കും. അപ്പോൾ എന്തായാലും ഒരു ഖാരൂഷ് എന്ന് പറഞ്ഞ ഒരുത്തനെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകണം. അവനെ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ അവനെ കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. കാരണം അവനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും അവനെ യുദ്ധത്തിൻ്റെ ആൾക്കാർ വന്ന് കൊല്ലാൻ നോക്കും. അപ്പോൾ അവനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുള്ള കാര്യമാണ്. അവൻ്റെ ലൈഫിൻ്റെ ഭാരമാണ് കേട്ടോ ആ മുകളിൽ കാണിക്കുന്നത്. അത് കണ്ട അവനെ ആരും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവനെ എന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് അവനെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഓക്കെ. അപ്പോൾ അവനെ കൊണ്ടുപോയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യാൻ. ഓക്കെ. ഇതാരുടെ എൻ്റെ മോനെ, ഇതാണ് കേട്ടോ ആള്. ഇവൻ കുറേ എണ്ണത്തിനെ കൊന്നിട്ടേക്കാണ് കേട്ടാ. ഇവന് നമ്മളെ ഹെൽപ്പൊന്നും വേണ്ടെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ. അവനിവിടെ കിടന്ന് കൂവി വിളിക്കണവിടെ. അപ്പോൾ ഇവനെ നമുക്ക് കൊണ്ടുപോകണം. ഓക്കേ. ഇവനൊരു കണ്ണൊക്കെ ഇവിടെ പോയടേ. ഇവന്മാരെന്താടേ കാണാൻ ഒരു കൗതിയില്ലാത്ത ഒറ്റയെണ്ണത്തിന്. എല്ലാ എണ്ണവും കുറേ കെണ്ട ലുക്കാണ്. എന്താണോ എന്തോ. എനിക്കാണെങ്കിൽ ഇപ്പോൾ വന്നു വാക്കകത്ത് മൊത്തം അപരാധങ്ങളാണ് പറഞ്ഞത്. എന്താണോ എന്തോ. എവന്താ അവന്മാരെല്ലാം അതിനെ കൂട്ടിയിട്ട് കത്തിക്കണം. ഞാൻ വിചാരിച്ച് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൈക്കോ നമ്മളാണെന്ന്. അല്ല കേട്ടോ, ഇതിലും വലിയ സൈക്കോ ആണ്. വേറൊരു കാര്യമുണ്ട്, ഇതിലും വലിയ സൈക്കോസ് നമ്മളെ കൂടെ ഉണ്ട്. ആ പെണ്ണെ കണ്ടില്ല, അവൾ ചെവി വെട്ടിയെടുത്ത് അതിനെ മാലയാക്കൽ. ഒരു മന്ത്രവാദി ഉള്ളതാണെങ്കിൽ അവൻ ചോര കൊടുപ്പാണ് അവൻ്റെ മെയിൻ ജോലി. അവന് വീടും കെട്ടി കൊടുത്ത് കുടിലും കെട്ടി അവനെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പറയണം ഇനി അവർക്ക് ആ കുടില് പോരാ, ഇനി അവർക്ക് ഞാൻ ഇത് കെട്ടി കൊടുക്കണമെന്ന്, ടെറസിട്ട വീട് കെട്ടി കൊടുക്കണമെന്ന്. എന്ത് കഷ്ടതയെന്ന് നോക്കിയാണ്. മര്യാദയ്ക്ക് പോയ നമ്മളെയാണ് ചെന്ന് ഒരുത്തിയെ രക്ഷപ്പെടുത്തിയത്. കാരണം ഇത്രയും മണി ഇവന്താ എല്ലാവരെയും കൂട്ടിയിട്ട് കത്തിക്കണടേ. നമുക്കും കൂടെ കൂടിയാലേ ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ ഈ കൂട്ടിയിട്ട് കത്തിക്കലൊക്കെ. നമ്മൾ കത്തിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലേ? ഇല്ല നമ്മൾ കത്തിച്ചിട്ടില്ല. നമ്മൾ അത്രയ്ക്ക് സൈക്കൊന്നും ആയില്ല. എന്തായാലും നമുക്കേ കുറച്ച് വേണ്ടേ, കുറച്ച് എല്ലാത്തിനും പറയുകൊണ്ട് ഇവിടെ കിട്ടാലോ. ഈ ബോഡീസൊക്കെ എടുത്ത് നമുക്ക് തീരില്ല. ഈ കൺട്രോൾസ് ഇപ്പോൾ അത്ര ഒരു സുഖമില്ല കേട്ടോ. ഈ കൺട്രോൾസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഇതല്ല കേട്ടോ. ഇത് താത്തിട്ട് അത് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് വേറെ സ്ഥലത്തേക്ക് ഡ്രോപ്പ്. അതിൻ്റെ ഇടയിൽ കൂടെ അവനെ അറ്റാക്ക് ചെയ്യാത്തവരെ വരെയും ചെയ്യണം. പക്ഷേ എന്ത് കഷ്ടതയാണ്. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. എന്തായാലും ഇവന്മാരെയൊക്കെ പറക്കിയിട്ട് കത്തിക്കാം. 3 ബോഡീസ് കത്തിക്കണം നമുക്ക് മിനിമം. 3 ബോഡീസിനെ കത്തിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടി. അവൻ്റെ അടുത്ത് വീണ്ടും ആരാ വന്നടേ. ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്ത് കഷ്ടതയാണ്. എന്ത് മലരിലെ കൺട്രോളാണ് എന്തോ. ആകാശത്തൊക്കെ നോക്കണം. താഴേക്കിട്ടോണം. ഓക്കെ, അവനെ എടുത്തിട്ടുണ്ട്. ഇത് വലിയ തൊല്ലയാണ് കേട്ടോ. അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഈ ബോഡിയും കൂടെ കത്തിക്കണം. വല്ലാത്ത ടാസ്ക് തന്നെ. പണ്ടാരടങ്ങാനായി ചെറുക്കനെ കൊണ്ടുപോയാലേ പറ്റൂല്ലേ. എന്നെങ്കിൽ നമ്മൾ പുല്ല് കളഞ്ഞിട്ട് പോയതിനായിരുന്നു. കണ്ടാ, എൻ്റെ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. അവനെ മണ്ട അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ്റെ മണ്ട കിളിച്ചിട്ടുണ്ട് അടിച്ച്. ഓക്കെ, വേദനയുണ്ട്. അവന്മാരെ ബോഡി എടുത്ത് തീരോട്ട് ഇട്ടാലോ. അതിന് പറഞ്ഞാൽ നോക്കട്ടെ കേട്ടോ. അതിന് വരണമെങ്കിൽ നമുക്ക് പണി കിട്ടും. വരണം, സമ്മതിക്കില്ല. ഒന്നുകൂടെ പോകും. ഇവന്മാരിത് എവിടെ നിന്നാണ് പറഞ്ഞത്? ഇവന്മാർ നിൽക്കണത് ഇപ്പം ഇന്ന് പോച്ചരടിയിൽ നിന്നൊക്കെയാണ് ഇറങ്ങി പറഞ്ഞത്. എന്ത് കഷ്ടതകളാണെന്ന്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കാം. ഈ ഫാർ ക്രൈ പ്രൈമലിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അത്രയ്ക്ക് വലിയൊരു ക്ലാരിറ്റി, എനിക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി തോന്നില്ല. ഇനി എൻ്റെ ഈ സ്ക്രീനിൻ്റെ കുഴപ്പമാണോയെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഒരു മിനിമൽ ക്ലാരിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഫാർ ക്രൈ 4 ഒക്കെ കളിക്കുമ്പോഴേ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ കേട്ടോ, നമുക്ക് ഇതിൻ്റെ മിഷൻ തന്നെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മിഷൻ തന്നെ കണ്ടിന്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മിഷൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഗെയിമിലോട്ട് പോവാം. അതല്ലേ നല്ലതാണ്. കാരണം ഒന്ന് തുടങ്ങിയിട്ട് നമ്മൾ പകുതി വഴി കളഞ്ഞിട്ട് പോകുന്നത് അത്ര ശരിയല്ലോ.
എന്തായാലും നിങ്ങൾ പറയാം കേട്ടോ, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം വേറെ ഗെയിം എന്തെങ്കിലും കളിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തായാലും ചെറുക്കനെ നമ്മൾ പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്തി നമ്മൾ പറഞ്ഞ് നമ്മളെ വില്ലേജിലോട്ട് വിട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും അവനെ പറഞ്ഞിട്ട് നമ്മളും കൂടെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളും തിരിച്ച് നമ്മളെ വില്ലേജിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരണതും പോണതൊക്കെ. അപ്പോൾ ഇവനെ കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.